കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റായി പോയിട്ടുള്ള ശരണ്യ ആനന്ദ് ആള് ഈ അടുത്തിടെ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിലെ കുറച്ചു ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തുകൊണ്ട് ശരണ്യക്ക് അതിന്റെ അകത്തൊരു പ്രണയം വന്നില്ല? ഇതില് തന്നെ ഇല്ല ആൻസർ. ആ ഷട്ടിനോട് പ്രണയമല്ല, പിന്നെ എങ്ങനെ എനിക്ക് വേറെ ആരോട് പ്രണയം? പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റന്റിനെ നോക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ പ്രണയം വരുന്നവരുണ്ട്. ശരണ്യക്ക് ലുക്കുണ്ട്, ആരാണെങ്കിലും ഒന്ന് നോക്കും. എന്തുകൊണ്ട് ആ ശരണ്യക്ക് ഒരു പ്രേമം പൊട്ടിമുളച്ചില്ല? എനിക്ക് എന്റെ കെട്ടിവനോട് അത്രയ്ക്ക് സ്നേഹമായി. ശരണ്യയുടെ ഇന്റർവ്യൂ എടുത്ത ഈ ഒരു പയ്യന് ശരണ്യയുടെ ഒരു ലവ് ട്രാക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നണ്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് എല്ലാവർക്കും ഒരു കണ്ടന്റ് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലാണ്ടിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശരണ്യ കൊടുത്ത മറുപടി, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ്, എനിക്ക് അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഇനി അവിടെ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള മറുപടി അല്ലേ? ഇനി നമുക്ക് അടുത്തതും കൂടെ തെറി വിളിക്കത്തൊന്നുമില്ല. അത് നമ്മൾ കണ്ടു കേട്ടോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്ര നീറ്റായിട്ട് ഇറങ്ങിയ ഒരു വ്യക്തി വേറെ ഇല്ല. സീസൺ 6 താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ശരണ്യ എന്ന ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം നിന്നിട്ട് പോലും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് പോലും യൂസ് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് എല്ലാവരോടും. പറയുന്നത് 65 ദിവസം 65 ദിവസം ശരണ്യ പിടിച്ചു നിന്നത് എക്സ്പോസ് ഡ്രസ് ചെയ്തിട്ടാണോ? ഇതൊക്കെ ഭയങ്കര ഊളത്തരായിട്ടുള്ള ചോദ്യങ്ങളാണ്. 65 ദിവസം ശരണ്യ അതിന്റെ അകത്ത് നിന്നിട്ടുള്ളത് വെറും ഈ ഒരു ഡ്രസ്സ് നോക്കിയിട്ടാണ് ആൾക്കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു പക്ഷെ 65 മേലത്തേക്ക് പോവാന്നുണ്ടെങ്കിൽ ശരണ്യയുടെ എക്സ്പോസ് ചെയ്തിട്ടില്ല ഇതുവരെ. ആ ഒരു ഡ്രസ്സ് സ്കിൻ ഫിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പുറത്തേക്കായിട്ട് ഒന്നും കാണുന്നില്ല. ഇനി പുറത്തേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് സീസൺ 6 കപ്പ് ശരണ്യക്ക് കൊടുക്കും, വേറെ ഒന്നും നോക്കാതെ. കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ അവിടെ ഇട്ടത് ജിം വെയർ ആണ്. ഓക്കെ, എന്റെ ഏതെങ്കിലും പാർട്സ് എക്സ്പോസ്ഡ് ആയിട്ട് ഓപ്പൺ ആയിരുന്നോ? എന്റെ ചോദ്യത്തിന്റെ എന്റെ ശരണ്യ ഇട്ടേക്കുന്ന ജിം സൂട്ട് ഉണ്ടല്ലോ, എക്സ്പോസ് തന്നെയായിരുന്നു. കാണുന്നുണ്ടായിരുന്നെങ്കിലും ശരിക്കും അതിന് കാണുമായിരുന്നു. അല്ല, ഞാൻ ഒരിക്കലും ചെയ്യാൻ പറഞ്ഞില്ല. കുട്ടികളെ, കുടുംബ പ്രേക്ഷകർ, ഇവരെല്ലാം ഉന്നിക്കുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ട് കാണുന്ന ഷോ ആണ് ബിഗ് ബോസ്. അതെന്നെ ചോദ്യം. ഈ സ്മോക്കിംഗ് ഒക്കെ കാണുന്ന ആൾക്കാരും കൂടി ഉണ്ടല്ലോ ബിഗ് ബോസ്. അത് തെറ്റാണെങ്കിൽ ഇത് തെറ്റല്ല. ഞാൻ പറഞ്ഞു തരട്ടെ, എന്റെ പോയിന്റ് പറയാം. ജിമ്മിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ മോർണിംഗ് നിങ്ങൾ ഫുൾ ഡേ ഇരുന്ന് കാണുമല്ലോ. അപ്പൊ നമുക്ക് ഒരു ഡേയിൽ 3 ടാസ്ക് ചെയ്യാനുണ്ട്. നമ്മൾ ആ ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ കുക്കിംഗ് ചെയ്യണം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ വീട്ടിൽ ആക്ടിവിറ്റീസ് ചെയ്യണം, എല്ലാം ചെയ്യണം. നമുക്ക് ഇനിയിപ്പോ ടാസ്ക് വരുമ്പോൾ വീണ്ടും തുണി മാറുക, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ വീണ്ടും തുണി, ഇന്നുള്ള ഗ്യാപ്പോ സമയമൊന്നും ഇല്ല. മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാ സമയമുണ്ട്? അവരൊന്നും ഇടുന്നില്ല ജിം വെയർ. അവരിടുന്ന തുണി കൊണ്ട് തന്നെ അവർക്ക് ഓക്കെയാണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി 3 വർഷം കൊണ്ട് സ്റ്റൈൽ ഐക്കോണിന്റെ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ സ്റ്റൈൽ റിപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കേരളത്തിലല്ല, എനിക്ക് ഇനി എവിടെ പോയാലും എനിക്ക് എന്റേതായിട്ടുള്ള മാർക്കും സ്റ്റൈലിംഗില് ഫാഷനില് ഒരു വലിയ സ്റ്റൈലിംഗ് കൊണ്ടുവരാനും അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഞാൻ ഉള്ളത്. ഒരു മിനിറ്റ്, എനിക്ക് കിട്ടുന്ന ഏത് അവസരവും ഞാൻ എന്റെ ദൈവം തരുന്ന അവസരമായിട്ട് അത് ഞാൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് മൈ സ്കിൽ. എവിടെ പ്ലാറ്റ്ഫോം കിട്ടിയാലും ഞാൻ അത് യൂസ് ചെയ്തോ. മനുഷ്യന്മാർക്ക് എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ തെറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന കാര്യം അത് എക്സ്പോസ്ഡ് അല്ല. ഒരു കോസ്റ്റ്യൂം സ്കിൻ ഫിറ്റ് ആയെങ്കിൽ അത് എക്സ്പോസ്ഡ് അല്ല. ഓപ്പൺ ആണെങ്കിൽ ദാറ്റ് വിൽ ബി എക്സ്പോസ്ഡ്. ഞാൻ അതിലും ഭേദം ഓപ്പൺ ആയിരുന്നു. അത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്താണോ കംഫർട്ട് ആയിട്ടുള്ളത് അത് ധരിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ അത് മറ്റുള്ള ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. എനിക്ക് എന്താണോ ഇഷ്ടം, ഞാൻ എന്താണോ ഇടാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തീരുമാനിക്കണം. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ എപ്പോഴും ടാസ്കും കാര്യങ്ങളും 24 മണിക്കൂറും ഇവർ ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. അപ്പം നമുക്ക് ഈ ഒരു സാരി എടുത്തിട്ടോ നമ്മൾ ഈ ലെഹങ്ക ഇട്ടിട്ടോ ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റില്ല എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് ഏതാണോ കംഫർട്ട്, നമുക്ക് എന്തിട്ടാലാണോ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് ആ ഒരു 100% കൊടുത്തിട്ട് ആ ഒരു ഗെയിം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കൂടെ ഇട്ടിട്ട് നമുക്കത് ചെയ്താലാണ് നമുക്ക് ഓക്കെ ആവാൻ പറ്റുള്ളൂ.
അത് നമ്മൾ ഒരാളും കുറ്റം പറയാൻ പറ്റില്ല, ഓരോരുത്തരുടേതായിട്ടുള്ള ചോയ്സ്. ഇനിയുള്ള ഓരോ തലമുറകൾക്കും തുണി വെച്ച് നിങ്ങൾ ജഡ്ജ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞാൻ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി തന്നെ എടുത്തോട്ടെ, ഒരു മോഡേൺ ഡ്രസ് ഇട്ട അവള് പോക്ക്, നോ നോ, താങ്കളല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവെ പറയാം. ഒരു പെൺകുട്ടി മോഡേൺ ഡ്രസ് ഇട്ടാൽ അവര് കൊള്ളത്തില്ല. ഒരു പെണ്ണ് സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ ദാവണി ഉടുത്ത പെർഫെക്റ്റ്. ആ കോൺസെപ്റ്റ് ഒക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതൊക്കെ അന്ധകാലം. ഇനിയുള്ള തലമുറകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് തുണിയും കാര്യങ്ങളിലുമല്ല. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മുടെ ഈ ഒരു കേരളത്തില് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സിങ് ആണ് മുണ്ടും ബ്ലൗസും. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളെ ഒരു ഷേപ്പ് എല്ലാം കാണിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ടൈപ്പ് ഡ്രസ്സുകൾ. എന്ന് വെച്ച് നമ്മുടെ കേരളത്തിലെ എല്ലാവരും അന്നത്തവരെല്ലാവരും പോക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളുടെ ഡ്രസ്സിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. എന്താണ് അവരിട്ടിട്ടുള്ള ഡ്രസ്സ് വെച്ചിട്ട് ഇപ്പം ശരണ്യ പറഞ്ഞ പോലെ നല്ല ചുരിദാർ ഇട്ടവർ നല്ലവരാണ്, അല്ലെങ്കിൽ ചെറിയ ടോപ്പും കാര്യങ്ങളും ഇട്ടവർ പോക്കാണ്, ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതെല്ലാം ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. ഈ ഓരോരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സ് ആണ് അവർക്ക് എന്തിടണം എന്നുള്ളത്. ഇത്ര വലിയ റിയാലിറ്റി ഷോയിൽ അതും ടാസ്ക് ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു ജിം വെയർ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അത് മോശമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ജിം വെയർ എന്ന് പറഞ്ഞ് ഒത്തിരി പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ചോദ്യമാണ്, കാണിച്ചിട്ടില്ല ഞാൻ, അത് എനിക്ക് വിശ്വാസമുണ്ട്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്, എന്തോ കാണിച്ചെന്നാ പറയുന്നത്, എന്ത് കാണിച്ചെന്ന് പറയുന്നത്. 65 ദിവസം ശരണ്യെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം 65 ദിവസം ജിം വെയർ മാത്രം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ? ഇനി ഡ്രസ്സിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരണ്യയുടെ രണ്ടെണ്ണം കിട്ടും. 1/2 മണിക്കൂറോളം വെറും ഒരു ജിം വെയർമൽ പിടിച്ചു കയറി നിൽക്കുകയാണ് ഈ ഒരു ഇന്റർവ്യൂല്. എത്രയോ കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്ന് വന്ന ആളുടെ അടുത്ത് ചോദിക്കാനുണ്ടാവും. പക്ഷെ അതൊന്നല്ല, ഇവർക്ക് ആ ഒരു ഉദ്ദേശിക്കുന്നത് ആ ഒരു എക്സ്പോസ് ചെയ്തു എന്നുള്ളതിലേക്ക് വരുത്തി തീർക്കണം. ഈ ഒരു ജിം വെയറിൽ നിന്ന് വിടാനേ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ശരണ്യ പറയുന്നത് എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല, പിന്നെ നിനക്കാണോ കുഴപ്പം? എനിക്ക് തോന്നുന്നു പാതി നാട്ടുകാർക്കും പ്രശ്നമില്ല, നിങ്ങൾക്കാണ് പ്രശ്നം. എനിക്കാ പ്രശ്നമില്ല. ഞാനത് അംഗീകരിക്കുന്നത് കേട്ടോ. കാരണം ഞാൻ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടിയത്.